നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിൻ്റെ ആത്മഹത്യയിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ് പോലീസ്. ഇപ്പോൾ ചുട്ടിപ്പാറയിലെ നഴ്സിംഗ് കോളേജിൽ എത്തിയാണ് പോലീസ് മൊഴിയെടുക്കുന്നത്. സംഭവത്തിൽ കോളേജിലെ 3 വിദ്യാർത്ഥികൾക്ക് മെമ്മോ നൽകിയെന്ന് കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ സലാം പറഞ്ഞു. ഒന്ന് രണ്ട് ചെറിയ ഇൻസിഡൻസ്, അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് നഷ്ടപ്പെടുന്നതായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാസ് ടീച്ചർ വന്ന് പറയാറുണ്ടായിരുന്നു. ആരാന്നൊന്നും വ്യക്തമല്ല, നമ്മളത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ ഈ കോഴ്സ് തീരുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ടൂറിന് പോകണമെന്നൊരു, ഞാനതിനകത്ത് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ നിയമപ്രകാരം മാക്സിമം സ്ട്രെസ് റിഡക്ഷൻ എന്നുള്ളൊരു സംഭവമാണ്, ടൂറിനൊക്കെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി അതിന് നമ്മളത് അവസാന തത്വത്തിൽ അംഗീകരിച്ചു. അപ്പം ടീച്ചർ ക്ലാസ്സിൽ ഈ കുട്ടിയെ ടൂർ കോർഡിനേറ്ററായിട്ട് നിയമിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കുട്ടികൾ തമ്മിൽ എന്തോ ചെറിയ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തീർത്തതാണെന്ന് അധ്യാപിക സ്മിത ഖാൻ പറഞ്ഞു. AV ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു. ജയശങ്കർ, ഈ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്? SKN 2 ദിവസം മുമ്പാണ് ഈ അമ്മു കോളേജിൻ്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. പോലീസും നിലവിൽ ഇതൊരു ആത്മഹത്യ എന്ന് തന്നെയാണ് പറയുന്നത്. കോളേജിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടുത്ത 4 കൂട്ടുകാർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഈ അമ്മുവിൻ്റെ പിതാവ് ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പാളിന് പരാതി നൽകി. പരാതിയിൽ കോളേജ് അന്വേഷണവും ആരംഭിച്ചു. കുട്ടികൾക്ക് ബന്ധപ്പെട്ട 3 കുട്ടികൾക്ക് മെമ്മോ നൽകി ഇവരോട് രക്ഷിതാക്കളുമായി കോളേജിലെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. അമ്മുവിൻ്റെ പിതാവിനെയും വിളിച്ചു വരുത്തിയിരുന്നു. അങ്ങനെ ഇന്ന് തിങ്കളാഴ്ച ഇവർ കോളേജിൽ എത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ അന്വേഷണം തുടരുകയാണ്. ഈ അധ്യാപകരും ഒപ്പം തന്നെ കോളേജ് പ്രിൻസിപ്പാളും എല്ലാം പറയുന്നത് ക്ലാസ്സിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ കൃത്യമായി കോളേജ് അധികൃതർ അഡ്രസ്സ് ചെയ്തിരുന്നു. ഇതിൽ നിയമപരമായി വേണ്ട നടപടികൾ, പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുത്തിരുന്നു. ക്ലാസ് ടീച്ചർ ഈ പ്രശ്നം ക്ലാസ്സിൽ വെച്ച് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അത്തരത്തിൽ ഒരു പരിധിവരെ വിഷയങ്ങൾ പരിഹരിച്ചതാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു എന്നറിയില്ല. ഈ മരണപ്പെട്ട കുട്ടിയും മറ്റു 3 പെൺകുട്ടികളും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒരുമിച്ച് പുറത്തു പോവുകയും തോളിൽ കൈയിട്ട് നടക്കുകയും ഹോസ്റ്റലിൽ വരെ ഇതിൽ 2 കുട്ടികൾ ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ കൂടെയാണ്, ഒരേ ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുന്നത്. അത്രയും അടുത്ത കൂട്ടുകാർക്കിടയിലുണ്ടായ എന്തൊക്കെയോ ഇണക്കങ്ങളും പിണക്കങ്ങളുമാണ് ഈ മെമ്മോയിലേക്കും പ്രശ്നങ്ങളിലേക്കൊക്കെ കലാശിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ അമ്മു എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിനിയായ പെൺകുട്ടി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയത്. എന്തായാലും പോലീസ് കോളേജിലെത്തി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം മൊഴി നൽകിയത്. കുട്ടികൾ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ക്ലാസ്സിൽ പറഞ്ഞു തീർത്തു എന്നാണ് അധ്യാപിക സ്മിത ഖാൻ നമ്മോട് പറഞ്ഞത്.